ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുന്നത് എൻ്റെ ഒരു സ്റ്റുഡൻറ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ബ്രാൻഡിനെ എങ്ങനെയാണ് ഡിസൈനിലൂടെ പ്രസന്റ് ചെയ്യുന്നത്? ഒരു ബ്രാൻഡിനെ നിങ്ങൾ ഡിസൈനിലൂടെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ മെയിൻ ആയിട്ട് 5 കാര്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒന്നാമത്തത് ലോഗോ, അതായത് ആ ഒരു ബ്രാൻഡിന്റെ ഫേസ് എന്ന് പറയുന്നത് ആ ഒരു ലോഗോ ആയി. നമ്മളെ മുഖം കാണുമ്പോൾ ആളുകൾക്ക് നമ്മളെ പരിചയം വരുന്നില്ലേ? അപ്പൊ അതുപോലെ തന്നെ ആ ഒരു ബ്രാൻഡിന്റെ ലോഗോ എവിടെ നിന്ന് കണ്ടാലും ആളുകൾക്ക് അത് ഇന്ന കമ്പനിയുടെയാണ്, ഇവരുടെ ആണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. ബ്രാൻഡിന്റെ കാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണ് ഈ ഒരു ലോഗോ എന്ന് പറയുന്നത്. അപ്പൊ ആളുകൾക്ക് ഈ ഒരു ലോഗോ എവിടെ കണ്ടു കഴിഞ്ഞാലും ബ്രാൻഡിനെ മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പൊ നമ്മളിപ്പോ പെപ്സി, കൊക്കോകോള, ആപ്പിൾ ഇതിന്റെയൊക്കെ ആ ഒരു ലോഗോ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം ബ്രാൻഡിന്റെ കളറാണ്. ഓരോ ബ്രാൻഡിനും ഓരോ സിഗ്നേച്ചർ ആയിട്ടുള്ള കളർ ഉണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊക്കോകോള ആ ഒരു ചുവപ്പ് കളർ നമ്മൾ എവിടെ നിന്നും ഐഡന്റിഫൈ ചെയ്യും. അതുപോലെ തന്നെ നീല പെപ്സിയുടെ ആണ്, അതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അതുപോലെ തന്നെ ഓരോ ബ്രാൻഡിനും സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു കളർ ഉണ്ട്. നിങ്ങൾ ഈ ബ്രാൻഡ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എല്ലാ ഡിസൈനിലും ഒരേ ആ ഒരു കളറിനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ബ്രാൻഡിനെ ഇൻസ്റ്റന്റ്ലി ആളുകൾക്ക് തിരിച്ചറിയാൻ പെട്ടെന്ന് സഹായിക്കും. മൂന്നാമത്തേത് ഫോണ്ട് ആണ്. ഈ ഫോണ്ട് എന്ന് പറയുന്നത് ബ്രാൻഡിന്റെ സ്വരത്തിനെയാണ് നമ്മൾ ഫോണ്ട് എന്ന് പറയാം. ഈ ബ്രാൻഡിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഫോണ്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കണം നിങ്ങൾ ആ ഒരു ഫോണ്ടിനെ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഹെഡിങ്, സബ് ഹെഡിങ്, ബോഡി ടെക്സ്റ്റ്, ബട്ടണ് ഇതിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരേ ഫോണ്ട് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു ഫോണ്ട് കാണുന്ന സമയത്ത് നിങ്ങളുടെ ബ്രാൻഡ് ഫ്രണ്ട്ലി ആണോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആണോ എന്നൊക്കെ ആളുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടി കൂടി പറ്റും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസൈൻ സ്റ്റൈലാണ്. ഡിസൈൻ സ്റ്റൈൽ എന്ന് പറയുന്നത് ആ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല്ലുസ്ട്രേഷൻസ് നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താം. ഇനി അതല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾ ഉൾപ്പെടുത്താം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മിനിമൽ ആയിട്ടുള്ള ഡിസൈൻ ചെയ്യാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഓവർലോഡഡ് ആയിട്ടുള്ള ഡിസൈൻ ചെയ്യാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റൈലിനെ നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് ഒരു പാറ്റേൺ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആളുകൾക്ക് അത് കാണുന്ന സമയത്ത് ആളുകൾക്ക് അതിനെ പെട്ടെന്ന് നിങ്ങളുടെ ബ്രാൻഡ് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെംപ്ലേറ്റുകളാണ്. അതായത് നിങ്ങൾ വിസിറ്റിംഗ് കാർഡ് ചെയ്യുന്ന സമയത്ത്, പോസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത്, വെബ്സൈറ്റ്, പാക്കിങ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരേ ഫീലാണ് നിങ്ങൾ ആ ഒരു ബ്രാൻഡിന് കൊടുക്കേണ്ടത്. അത് ഒരേ ടൈപ്പ് ഓഫ് ടെംപ്ലേറ്റ്, ഒരേ സ്റ്റൈലായിട്ടുള്ള ടെംപ്ലേറ്റുകളാണ് നിങ്ങൾ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ ആളുകൾക്ക് ഈ ഒരു ബ്രാൻഡിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും സാധിക്കും. ഒരു ബ്രാൻഡിനെ ഡിസൈനിലൂടെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അടുത്ത പ്രാവശ്യം നിങ്ങളൊരു ബ്രാൻഡിനെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഇമ്പോർട്ടന്റ് കൊടുക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.